പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാസ് പ്ലസൻസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എല്ലാം കഴിഞ്ഞു. +2 പഠനത്തിൽ അല്ലെങ്കിൽ +2വിൻ്റെ വിവിധ വിഷയങ്ങളുടെ പഠനത്തിൽ ഒരു ഇടവേളയിലായിരുന്നു എല്ലാവരും. വീണ്ടും നമ്മൾ സെക്കൻഡ് ഇയറിലെ വിഷയങ്ങൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മൾ 2 യൂണിറ്റുകളുടെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞു. യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്നുള്ള യൂണിറ്റാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൽ 3 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു യങ് ഓൺടർപ്രണർ ആയിട്ടുള്ള ഇർഫാൻ ആലുവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഒന്ന്, എ 3 വീൽഡ് റവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഷഹീൻ മിസ്ത്രി തന്നെ തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റോറിയാണ് ദീദി എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ മലയാളി ആയിട്ടുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ കവിതകൾ രചിച്ച് പ്രശസ്തനായിട്ടുള്ള സച്ചിദാനന്ദൻ്റെ സ്റ്റാമ് എന്ന് പറയുന്ന ഒരു പോയം കൂടി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ചാലഞ്ചസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ വെല്ലുവിളികൾ എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് തുടങ്ങുന്നതിന് മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷനുമായിട്ടാണ്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് പല മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾക്ക് ഉള്ള കാരണക്കാരൻ ഹേതു നിങ്ങളിലൂടെ തന്നെ ആവട്ടെ. നിങ്ങൾ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി അതിലൂടെ അങ്ങനെ ഓരോ വ്യക്തികളും സ്വയം മാറുമ്പോൾ സമൂഹവും ലോകവും ഒക്കെ മാറും എന്നുള്ള മഹാത്മാഗാന്ധിയുടെ സന്ദേശവുമായിട്ടാണ് ഈ ചാപ്റ്റർ യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ 16, 17, 18 വയസ്സുകളിലുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അഡോളസെൻ്റ് ഏജിലാണ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്. അതോടൊപ്പം നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക് നിങ്ങൾ ചുവട് വെച്ച് തുടങ്ങിയ സമയമാണ്. ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. നിങ്ങളൊരു ജംഗ്ഷനിലാണുള്ളത്. എങ്ങോട്ട് തിരിയണമെന്ന് തീരുമാനിക്കേണ്ട ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഓപ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇത്. ഭാവി എങ്ങോട്ട് ചലിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതിലൊരു മേഖലയാണെന്ത്, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, സംരംഭങ്ങൾ അല്ലേ. എന്തെങ്കിലുമൊക്കെ തൊഴിലാളിയാവുക എന്നതിനപ്പുറം തൊഴിൽ നൽകുന്നവനാവുക, അപ്പോഴാണ് ഒരു സംരംഭകനാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓൺട്രപ്രണർ ആവാനുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഏതൊരു ജോലിയും അഭിമാനത്തോടു കൂടി ചെയ്യുന്ന ജോലിയിൽ അഭിമാനം കണ്ടെത്തുക, അതില്ലാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ജീവിതകാലം മുഴുവൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഉള്ള ജോലിയിൽ ഡിഗ്നിറ്റി കണ്ടെത്തുക, മാനസികമായിട്ടാണല്ലോ അത് കണ്ടെത്തുന്നത്. അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ യുണിറ്റിൽ ജനറലായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പണം ആണോ വിജയത്തിൻ്റെ അടിസ്ഥാനം? സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ മണി ബട്ട് യുവർ എക്സലൻസ് ആൻഡ് യുവർ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഡിസൈഡ്സ് യുവർ സക്സസ്. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനും നിങ്ങളുടെ പെർഫോമൻസുമാണ് നിങ്ങളുടെ സക്സസ് തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ സമ്പത്തിൻ്റെ അളവല്ല. പണം കൊണ്ട് സന്തോഷം കിട്ടുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില സന്ദേശങ്ങളും ഇതിലൂടെ നൽകാൻ ഈ ചാപ്റ്ററിലൂടെ, ഈ യൂണിറ്റിലൂടെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്ക്, ടെക്സ്റ്റ് ബേസ്ഡ് ഡിസ്കഷനിലേക്ക് നീങ്ങാം. ഈ യൂണിറ്റിലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ പരിചയപ്പെടുത്തുന്ന ഷഹീൻ മിസ്ത്രി ആണെങ്കിലും ഇർഫാൻ ആലമാണെങ്കിലും രണ്ടുപേരും സോഷ്യൽ ഓൺട്രപ്രണേഴ്സാണ്. സാമൂഹിക രംഗത്ത് സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച് സംരംഭകരായി ഒരു വലിയ സമൂഹത്തെ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് ഇർഫാൻ ആലവും ഷഹീൻ മിസ്ത്രിയും. ഇർഫാൻ ആലത്തെ പോലെ, ഷഹീൻ മിസ്ത്രിയെ പോലെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റു ചില പേരുകളാണ് സുധാ മൂർത്തി, അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തി, ഇന്ത്യക്കാരിയായിട്ടുള്ള ബിലി മോറിയ. അങ്ങനെ എത്രയോ പേരുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയും. മുഹമ്മദ് യൂനസ് എന്താണ് ചെയ്തത്? ബംഗ്ലാദേശിലെ ഗ്രാമീണ മേഖലയിലുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സംവിധാനത്തിലൂടെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ കൊടുത്ത്, ഇപ്പോൾ സാധാരണ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടാത്ത ആളുകൾക്ക് അവർ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ലോൺ കിട്ടാനുള്ള ഒരു മാർഗമായി, ഉപാധിയായിട്ട് മുഹമ്മദ് യൂനസ് മാറുകയാണ്. അങ്ങനെ ഒരു വലിയ വിപ്ലവമാണ് ബംഗ്ലാദേശിൻ്റെ ഗ്രാമീണ മേഖലയിൽ യൂനസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗ്രാമീൺ ബാങ്കൊക്കെ ചെയ്തത്. അതിനാണ് അദ്ദേഹത്തിന് 2006 നോബൽ പീസ് പ്രൈസ് വരെ ലഭിക്കുകയുണ്ടായി. ഷഹീൻ മിസ്ത്രി എന്താ ചെയ്തത്? ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഗള്ളികളിൽ അല്ലെങ്കിൽ തെരുവുകളിൽ കഴിയുന്ന കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാദേശികമായുള്ള സ്കൂളുകളെ സമീപിച്ച് സൗജന്യമായി സ്പേസ് കണ്ടെത്തി, സൗജന്യമായി പഠിപ്പിക്കാൻ തയ്യാറുള്ള വോളണ്ടിയേഴ്സിനെ കണ്ടെത്തി, അവരെല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് തെരുവിൽ വളരുന്ന കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഷഹീൻ മിസ്ത്രിയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു പേരാണ് ബിലി മോറിയ.
ബോംബെയിൽ ജനിച്ച ഒരു ലേഡി തന്നെയാണ്. ചൈൽഡ് ലൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും ചൈൽഡ് ലൈൻ കോൾ സെൻറ്ററുകളും അതുപോലെ കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സഹായം ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടാവുന്ന സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി. അത് ആദ്യം ബോംബെ കേന്ദ്രീകരിച്ച് തുടങ്ങി, പിന്നെ വിവിധ സിറ്റികളിലേക്ക് വ്യാപിപ്പിച്ചു, ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചു. ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതിനെ അംഗീകരിച്ചു, ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക സംവിധാനമാക്കി മാറ്റി. അതൊരു വലിയ വിപ്ലവമായിരുന്നു വില്ലി മോറിയയുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കഠിനാധ്വാനത്തിലൂടെ അവർ നേടിയെടുത്ത മാറ്റങ്ങളുമാണ്. അപ്പോൾ വിജയം എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇനി നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഒരു ഇൻ്റർവ്യൂ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി കൂടിയാണ് നമുക്ക് ഇർഫാൻ ആലവുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻ്റർവ്യൂവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി +1 ഇമ്പ്രൂവ്മെൻറ്റ് സമയത്ത്, പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഈ ചാനലിൽ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. +1 ഇമ്പ്രൂവ്മെൻറ്റ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ളതിൻ്റെ ഭാഗം 4ഉം 5ഉം 2 എപ്പിസോഡുകളിലായിട്ട് ഇൻ്റർവ്യൂവിനെ കുറിച്ച് വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടത്, ഒരു മോഡൽ ഇൻ്റർവ്യൂ, സ്പെസിമെനായിട്ടുള്ള ഇൻ്റർവ്യൂസ്, അതുപോലെ എങ്ങനെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം, അതിന് ഏത് തരത്തിലുള്ള ആൻസറുകൾ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള 2 ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാലും ലഭിക്കും. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. പരീക്ഷയ്ക്ക് 8 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻ്റർവ്യൂ തയ്യാറാക്കാനുള്ളത്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. ജീവിത വിജയത്തിന് മോട്ടിവേഷൻ ആവുന്ന ചില കൊട്ടേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷകളിലും ഇത്തരത്തിലുള്ള കൊട്ടേഷൻസൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകൾ എഴുതുമ്പോൾ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറുകൾ എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സക്സസ് ഓൺലി കംസ് ബൈ പെർസിവിയറിങ് ഡെസ്പൈറ്റ് ഫെയിലിയർ. ഒരു കൊട്ടേഷനാണ്. എന്ത്? പരാജയം ഉണ്ടായാലും കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വിജയം ഉണ്ടാവുന്നത്. മറ്റൊന്നാണ് എന്ത്? ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം. അവസരങ്ങൾ എന്ന് പറയുന്നത് ചുമ്മാ സംഭവിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഐ ഫൈൻഡ് ദാറ്റ് ദ ഹാർഡർ ഐ വർക്ക് ദ മോർ ലക്ക് ഐ സീം ടു ഹാവ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എത്രത്തോളം കൂടുതൽ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു അതിനനുസരിച്ച് കൂടുതൽ ഭാഗ്യം എന്നെ തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയോ, ട്രൈ നോട്ട് ടു ബിക്കം എ മാൻ ഓഫ് സക്സസ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു വിജയിച്ചവനാവാനല്ല ശ്രമിക്കേണ്ടത്, റാദർ ബിക്കം എ മാൻ ഓഫ് വാല്യൂ. ഒരു മൂല്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയാവാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇഫ് എന്ന പോയം പഠിച്ചിട്ടുണ്ട് അല്ലേ? ടു ബി ഗ്രേറ്റ് വിത്ത് ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത് പഠിപ്പിക്കുന്നതാണ് റഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഇഫ് എന്ന പോയം. അതാണ് ഈ ഒരു കൊട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം. ആൾ പ്രോഗ്രസ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാവണം എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വരണം. എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ നേരിടുന്ന ഒരു വ്യക്തിക്കുള്ളൂ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അതൊന്നുമില്ലാതെ അങ്ങനെ സ്വസ്ഥമായി സുഖമായി കഴിയുന്നവന് അതിനുള്ള സാധ്യതകൾ തീരെ ഇല്ല. ദ വേ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ഈസ് ടു ക്വിറ്റ് ടോക്കിംഗ് ആൻഡ് ബിഗിൻ ഡൂയിങ്. വർത്താനം നിർത്തി പ്രവർത്തനം തുടങ്ങുക, അതുതന്നെയാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള മറ്റൊരു വഴി. ദർ ആർ നോ സീക്രട്സ് ടു സക്സസ്. വിജയത്തിൻ്റെ പിന്നിൽ രഹസ്യം എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രിപ്പറേഷൻ. വിജയം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ഫെയിലിയർ. പരാജയത്തിൽ നിന്നുള്ള ലേണിംഗ്, പഠനം ആണ് എന്ത്? വിജയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇർഫാൻ ആലത്തെ കൂടുതൽ അടുത്തറിയാം. ഇർഫാൻ ആലത്തിൻ്റെ ഒരു കൊട്ടേഷൻ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്ത്? ഇഫ് വി ആസ്പയർ ടു ലിവ് ഇൻ എ ഹാപ്പിയർ വേൾഡ്. നമുക്ക് സ്വയം ഒരു സന്തോഷം നിറഞ്ഞ ലോകത്ത് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വി മസ്റ്റ് എംപവർ ദോസ് ലിവിങ് ഓൺ ദ മാർജിൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ മാർജിനിൽ കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. ഇനി നമ്മളുടെ എ 3 വീൽഡ് റവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ഇർഫാൻ ആലത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമ പറഞ്ഞ വാക്കുകളാണ്. ഇർഫാൻ ആലത്തോട് പറഞ്ഞ വാക്കുകളാണ്. എന്ത്? താങ്കൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭാരിച്ച ജോലിയാണ്. ഞാൻ ചെയ്തതിനേക്കാൾ എത്രയോ ഉത്തരവാദിത്തമുള്ള മഹത്തായ കർമ്മമാണ് താങ്കൾ ചെയ്യുന്നതെന്നൊരിക്കൽ ഇർഫാൻ ആലത്തോട് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയുണ്ടായി. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു സാമൂഹിക സംരംഭകനാണ് ആര്? ഇർഫാൻ ആലം എന്ന് പറയുന്നത്. ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനം എന്തായിരുന്നു? ഇന്ത്യയിൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും സൈക്കിൾ റിക്ഷ പുള്ളേഴ്സിനെ കാണാൻ കഴിയും. സൈക്കിൾ റിക്ഷ വലിച്ച് ഒത്തിരി ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഒരു പരിധിവരെ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് സൈക്കിൾ വാങ്ങാൻ പോലും കാശില്ലാതെ അവർ സൈക്കിൾ വാടകയ്ക്ക് എടുക്കും. അപ്പോൾ നല്ല മുതലാളിമാർ സൈക്കിൾ വാങ്ങിച്ച് അവർക്ക് വാടകയ്ക്ക് കൊടുക്കും. എന്നിട്ട് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടാലും ഈ മുതലാളിക്ക് വണ്ടി ഓടിയാലും മുട്ടിലും വാടക കൊടുക്കണം. ആ വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അവർക്ക് ആ ഒരു ദിവസം കിട്ടുന്ന ബാക്കി തുക എന്ന് പറയുന്നത് വളരെ ചെറിയ, വളരെ വെരി മീഗർ എമൗണ്ട് ഇറ്റ് വാസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം രണ്ടറ്റം മുട്ടിക്കുക എന്ന് പറയുന്നത്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസപ്പെട്ട കാര്യമായിരുന്നു. ഇർഫാൻ ആലത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. തൻ്റെ 13-ാം വയസ്സിൽ തന്നെ സ്റ്റോക്ക് ട്രേഡ് അനാലിസിസ് നടത്തി വിജയം കണ്ടെത്തിയ വ്യക്തിയാണ്. തൻ്റെ പാരൻസിൻ്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടത്തിലായപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അവിടെ അദ്ദേഹം വിജയിച്ചു. പിന്നെ ബിസിനസ് ബാസിഗർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫല തുക എന്ന് പറയുന്നത് $2,50,000 അമേരിക്കൻ ഡോളറാണ്. അത് കിട്ടിയ വ്യക്തിയാണ് ആര്? ഇർഫാൻ ആലം. എന്നാൽ അത്ഭുതം എന്ന് പറയുന്നത് അതല്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എത്തിക്സിനോട് യോജിക്കുന്നതായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ധർമ്മചിന്തകളോട് എത്തിക്സിനോട് യോജിക്കുന്നതായിരുന്നില്ല ഈ ബിസിനസ് ബാസിഗറിൽ അദ്ദേഹത്തിന് കിട്ടിയ $2,50,000 ഉപയോഗിച്ചിട്ടുള്ള സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്ന ആളുകളും ഇത് വാങ്ങുന്ന ആളും തമ്മിൽ ടേംസ് ഉണ്ടല്ലോ, എഗ്രിമെൻറ്റിൽ എത്തണമല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ സമ്മാനത്തുക നിരസിച്ചു. അദ്ദേഹത്തിൻ്റെ ഇന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ സമ്മാൻ ഫൗണ്ടേഷനിലൂടെ ഈ ഓട്ടോ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവർക്ക് ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോണ് സംഘടിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ അവരുടെ സൈക്കിൾ റിക്ഷകൾ അവരുടെ സ്വന്തം റിക്ഷകളാക്കി മാറ്റുകയും അതോടൊപ്പം സൈക്കിൾ റിക്ഷയിലൂടെ വാഹനം ഓടിച്ച ആളുകളെ കൊണ്ടുപോകുമ്പോൾ അതോടൊപ്പം അഡീഷണൽ ഇൻകം ലഭിക്കുന്ന രീതിയിൽ അതിൽ മറ്റ് ചില പ്രൊഡക്റ്റുകൾ, സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കി കൂടുതൽ ആകർഷകമാക്കുകയും സൈക്കിൾ റിക്ഷ തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു മോഡലായി മാറി ആര്? ഇർഫാൻ ആലം. ഇന്ന് വളരെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് ഇർഫാൻ ആലം. കേരളത്തിലൊക്കെ ഹയർ സെക്കൻഡറികളിൽ വരെ അദ്ദേഹം വന്നിട്ടുണ്ട് കുട്ടികളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി. ഇനി നമ്മൾ നേരെ ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ നേരുകയാണ്. താങ്കളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ആശയം എന്നാണ് ഫോം ചെയ്തു വന്നത്? ഐ വാസ് 17 years old at that time. ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ്. ഐ വാസ് ട്രാവലിംഗ് ഇൻ എ റിക്ഷ ആൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ജേണി ഐ വാസ് വെരി തേഴ്സ്റ്റി. ഞാൻ റിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് വല്ലാതെ ദാഹം തോന്നി. ഐ ആസ്ക്ഡ് ദ റിക്ഷ പുള്ളർ ഇഫ് ഹി ഹാഡ് എനി വാട്ടർ. റിക്ഷ പുള്ളറോട് വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. വാട്ടർ ബോട്ടിൽസ് അവൈലബിൾ ആണെന്ന് ചോദിച്ചു. I asked the rickshaw puller if he had any water. He said that he did not carry water bottles because he did not have money to buy and stack them. അപ്പോൾ ആ റിക്ഷ പുള്ളർ കൊടുത്ത മറുപടി എന്തായിരുന്നു? എൻ്റെ അടുത്ത് ഞാൻ വെള്ളം കൊണ്ട് നടക്കാറില്ല, കാരണം എനിക്കങ്ങനെ വെള്ളം വാങ്ങിച്ച് എൻ്റെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് യാത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച് വെക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. ഇറ്റ് സെറ്റ് മീ തിങ്കിങ് ആൻഡ് ഐ ഇമ്മീഡിയറ്റ്ലി റിയലൈസ്ഡ് ദാറ്റ് ദർ വാസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷാസ്. ആ സെക്കൻഡിൽ ഒരു സ്പാർക്ക് എനിക്ക് ഉണ്ടാവണമെന്ത് ഞാൻ തിരിച്ചറിയുകയാണ്. ഇത്തരത്തിലുള്ള റിക്ഷകളിലൂടെ, സൈക്കിൾ റിക്ഷകളിലൂടെ വാട്ടർ ബോട്ടിൽസ് വിൽക്കാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റാണ്, അതിലൂടെ കാശുണ്ടാക്കാം. ദ വെരി നെക്സ്റ്റ് ഡേ ഐ ടോക്ക്ഡ് ടു 5 റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഗേവ് ദം ഈച്ച് 8 ബോട്ടിൽസ് ഓഫ് വാട്ടർ. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ 5 റിക്ഷ പുള്ളേഴ്സുമായിട്ട് സംസാരിച്ചു. അവരുടെ എല്ലാം കയ്യിൽ 8 വീതം വാട്ടർ ബോട്ടിൽസ് ഞാൻ വാങ്ങിച്ച് കൊടുത്തു. ഐ ടോൾഡ് ദം ദാറ്റ് ഫോർ എവറി ബോട്ടിൽ ദേ സോൾഡ് we would make a profit of 2 rupees which we could split in half. ഞാൻ അവരോട് പറഞ്ഞു, ഈ വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ റിക്ഷയിൽ വെക്കാൻ നിങ്ങൾ കാശൊന്നും ചിലവഴിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിറ്റ് പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് വിൽക്കുകയാണെങ്കിൽ 2 രൂപ ലാഭം കിട്ടും, അതിൽ 1 രൂപ നിങ്ങൾക്ക് എടുക്കാം, 1 രൂപ എനിക്കുള്ളതാണ്. 1 രൂപ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ കേരള കോണ്ടെക്സ്റ്റിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ 1 രൂപ എന്ന് പറഞ്ഞാൽ വളരെ മൂല്യമുള്ളതാണ്. 50-60 രൂപക്കാണ് ഇന്നും അവിടെ തൊഴിലാളികൾ, അല്ലെങ്കിൽ 100 രൂപ വരെയൊക്കെയാണ് പരമാവധി ഒരു ദിവസത്തെ അവിടുത്തെ കൂലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഇവിടെ 500, 600, 700, 1000 വരെയാണ് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. അപ്പോൾ ആ 1 രൂപക്ക് നല്ല വിലയുണ്ട്. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ
ദേ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മീറ്റ് ദെയർ ബോത്ത് എൻഡ്സ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, കുടുംബത്തെ പരിപാലിക്കാൻ, കുട്ടികളുടെ പഠന ചെലവിന് അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിനൊന്നും പണം തികയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണിവർ. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. ഐ ടോൾഡ് ദം ദാറ്റ് ഫോർ എവറി ബോട്ടിൽ ദറ്റ് സോൾഡ് we would make a profit of 2 rupees which we could split in half. The very first day I made a profit of 8 rupees. അങ്ങനെ 5 പേർക്ക് 8 ബോട്ടിൽ വീതം 40 ബോട്ടിൽ ഞാൻ അന്ന് വാങ്ങിച്ച് 5 റിക്ഷകളായിട്ട് കൊടുത്തു. അന്ന് തന്നെ എനിക്ക് 8 രൂപ ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അന്ന് 8 ബോട്ടിലുകൾ വിറ്റുപോയി. യു വെർ വെരി യങ് വെൻ യു കെയിം അപ്പ് വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. ഈ ഒരു ആശയം നടപ്പാക്കുമ്പോൾ നിങ്ങൾ വളരെ ചെറുപ്പക്കാരനായിരുന്നല്ലോ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. യെസ്, ഐ ഗസ് ഓൺടർപ്രണർഷിപ്പ് ഈസ് ഇൻ മൈ ബ്ലഡ്. എനിക്ക് തോന്നുന്നു ഈ സംരംഭകനാവുക എന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന എന്തോ ആണ്. ഐ ഹാഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ഫ്രം എ വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പം മുതലേ എനിക്ക് ബിസിനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഡ്യൂറിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഇൻ 1992 മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. 1998 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്ന ഒരു വലിയ തട്ടിപ്പായിരുന്നു. ഹർഷദ് മേത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ ചില ബാങ്കേഴ്സും രാഷ്ട്രീയക്കാരെ കൂടി ചേർന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ചില മാനിപ്പുലേഷൻസ് നടത്തി, തട്ടിപ്പുകൾ നടത്തി, സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് വാല്യൂ വളരെയധികം ആർട്ടിഫിഷ്യലായി വർദ്ധിപ്പിച്ച് അങ്ങനെയുള്ള സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ലോണുകൾ സംഘടിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറിൻ്റെ വില മുഴുവൻ ഈ തട്ടിപ്പ് കണ്ടെത്തിയതോടുകൂടി ഇടിഞ്ഞ് വീഴുകയാണ്. അതോടുകൂടി ബാങ്കുകളെല്ലാം കടത്തിലായി, അല്ലെങ്കിൽ ബാങ്കുകൾ ലോൺ കൊടുത്തതെല്ലാം വെള്ളത്തിലായി. ഏകദേശം $1 ബില്യൺ ഏകദേശം ആ റേഞ്ചിൽ വരുന്ന തുകയുടെ തട്ടിപ്പാണെന്ന് നടന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇർഫാൻ ആലത്തിൻ്റെ പാരൻസിനും പണം നഷ്ടപ്പെട്ടിരുന്നു. മൈ ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. ദാറ്റ് ഈസ് വെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ബിഗാൻ റിസർച്ചിങ് ഓൺ വേരിയസ് കമ്പനീസ്. അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ താല്പര്യം വരികയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ കമ്പനികളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തു. ഇൻട്രസ്റ്റിംഗ്ലി യൂസിങ് മൈ അഡ്വൈസ് ആൾ ഓഫ് മൈ ഫാദേഴ്സ് ഫ്രണ്ട്സ് റിക്കവേർഡ് ദെയർ ലോസസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഫിറ്റ്സ്. അപ്പോൾ വലിയ നഷ്ടമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇർഫാൻ ആലത്തിൻ്റെ അഡ്വൈസിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാദറും ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്തു, നിക്ഷേപമൊക്കെ ഇങ്ങനെ നല്ല കമ്പനികളിലേക്ക് മാറ്റി നിക്ഷേപിച്ച് ഗ്രാജ്വലി അവരുടെ നഷ്ടം അവർ നികത്തിയെടുത്തു എന്നാണ് പറയുന്നത്. അത് ഇർഫാൻ ആലത്തിൻ്റെ അഡ്വൈസിനെ ബേസ് ചെയ്ത്. നമുക്കറിയാം ഷെയർ ബ്രോക്കേഴ്സ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ദിസ് എനേബിൾഡ് മീ ടു സ്റ്റാർട്ട് മൈ ഫസ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം അറ്റ് ദി ഏജ് ഓഫ് 13. എന്ന് പറഞ്ഞാൽ എനിക്ക് വയസ്സ് 13 ഉള്ളപ്പോൾ തന്നെ ഞാൻ എന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങിയിരുന്നു. ഇന്ന് ഇതിനെക്കുറിച്ച് അറിയുന്ന എത്രയോ വിദ്യാർത്ഥിനികൾ +2 ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ ഗവേഷണം നടത്തി അഡ്വൈസ് ചെയ്തിട്ടൊക്കെ ഷെയർ ബ്രോക്കേഴ്സായി പണം സമ്പാദിക്കുന്നുണ്ട്, ലീഗലായിട്ട് തന്നെ. When my parents found out that I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. പിന്നെ എൻ്റെ പാരൻസ് ഞാനിങ്ങനെ റിക്ഷ സെക്ടറിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി കാശുണ്ടാക്കാനുള്ള പണികൾ കൂടി തുടങ്ങിയത് എൻ്റെ പാരൻസിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്ത് മോനിപ്പോൾ ഈ പണിയൊന്നും ചെയ്യണ്ട, തൽക്കാലം പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പുൾമി എസൈഡ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഭാഗത്ത് നിന്ന് പിടിച്ച് വലിച്ച് മാറ്റുക എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ കോളർക്ക് പിടിച്ച് വലിച്ച് മാറ്റിയെന്നല്ല അവിടെ ഉദ്ദേശിച്ചത്, ആ മേഖലയിലേക്ക് പോകണ്ട എന്ന് അഡ്വൈസ് ചെയ്തു. സോ ഐ ഷെൽവ്ഡ് ഇറ്റ് ബട്ട് മൈ ഇൻട്രസ്റ്റ് നെവർ വെയിൻഡ്. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ ഫർദർ വിത്ത് ദാറ്റ് പ്ലാൻ. ആ പ്ലാനുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകണ്ട എന്ന് പാരൻസിൻ്റെ അഡ്വൈസ് സ്വീകരിച്ച് അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, ആ ഒരു മേഖലയിൽ ഇടപെടണം എന്നുള്ള താല്പര്യം, ദാറ്റ് നെവർ വെയിൻഡ്, ഡിക്രീസ്ഡ്, ഒട്ടും കുറഞ്ഞില്ല. ഐ കെപ്റ്റ് റീഡിങ് ആൻഡ് റിസർച്ചിങ് ഓൺ ദിസ് സെക്ടർ ഓൾ ത്രൂ മൈ കോളേജ് ഡേയ്സ് ഇൻ പോണ്ടിച്ചേരി, വേർ ഐ പെർസ്യൂഡ് മൈ മാസ്റ്റേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് ഡിഗ്രി. ഫോറിൻ ട്രേഡിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോണ്ടിച്ചേരിയിൽ ആ സമയത്ത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഫുള്ള് ഇവരുടെ ഈ ഒരു മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതുമായി ബന്ധപ്പെട്ട വായനകളും ഗവേഷണങ്ങളുമായിരുന്നു. വാട്ട് വാസ് ദ സ്പാർക്ക് ദാറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? പിന്നെ ഈ ഒരു ആശയം വീണ്ടും അത് കുത്തിപ്പൊക്കാനുണ്ടായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇൻ 2006 ആൻ ഇന്ത്യൻ TV ഷോ കാൾഡ് ബിസിനസ് ബാസിഗർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്.
launched an entrepreneur hunt and solicited ideas for new businesses. 2006 ബിസിനസ് ബാസികർ എന്ന് പറയുന്ന ടെലിവിഷൻ ഷോയിൽ പുതിയ സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മത്സരമുണ്ടായിരുന്നു. ആൻഡ് ഓൺട്രപ്രണർ ഹണ്ട് എന്ന് പറഞ്ഞാൽ സംരംഭകരെ കണ്ടെത്താനുള്ള ശ്രമം. ഹണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വേട്ട എന്നാണ് അർത്ഥം. ആൻഡ് സോളിസിറ്റഡ് ഐഡിയാസ് ഫോർ ന്യൂ ബിസിനസ്സസ്, പുതിയ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ക്ഷണിച്ചു അവർ. ഐ എൻറ്റേർഡ് ദിസ് കോൺടെസ്റ്റ് വിത്ത് എ ബിസിനസ് പ്രപ്പോസൽ, ഞാനും അതിൽ പങ്കെടുത്തു ഒരു ബിസിനസ് പ്രപ്പോസലുമായിട്ട്. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. ഇന്ന് അന്നത്തെ റിക്ഷ സെക്ടർ എന്ന് പറയുന്നത് അത് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ അത് ഓടിക്കുന്ന ആളുകൾ എന്നും നഷ്ടത്തിലും പ്രശ്നത്തിലും പരിഭവത്തിലുമായിരുന്നു. ഒരിക്കലും മോചനമില്ലാത്ത ഒരു സെക്ടറായിരുന്നു അത്. ഒരു തരത്തിലുള്ള ലാഭവുമില്ല, എന്നാൽ ജീവിക്കാൻ വേണ്ടി അത് ചെയ്യാതെ നിവൃത്തിയുമില്ല. അപ്പോൾ അവരെ ഓർഗനൈസ് ചെയ്യുക, റിക്ഷ സെക്ടറിനെ ഓർഗനൈസ് ചെയ്യുക, ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ, ലാഭമുള്ളൊരു ബിസിനസ്സാക്കി ഇതിനെ മാറ്റുക. അക്കോർഡിംഗ് ടു മൈ പ്രപ്പോസൽ, എൻ്റെ പ്രപ്പോസൽ എന്തായിരുന്നു? റിക്ഷാസ് വെയർ ടു ബി റീഡിസൈൻഡ് സോ ദാറ്റ് ദ സ്പേസസ് ഓൺ ദ വെഹിക്കിൾസ് കുഡ് ബി സോൾഡ് ഫോർ ദ പർപ്പസസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. എൻ്റെ ആശയത്തിൽ ഒന്നെന്തായിരുന്നു? ഈ ചുമ്മാ ഒരു സൈക്കിൾ റിക്ഷയിൽ 2-3 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിനൊന്ന് റീഡിസൈൻ ചെയ്ത് കുറച്ച് ഭംഗിയുള്ള ഒരു ബോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പുറത്തുള്ള സ്പേസുകൾ ബ്രാൻഡ് പ്രൊമോഷൻ പരസ്യത്തിനൊക്കെ വേണ്ടി കൊടുക്കുക. അപ്പോൾ പരസ്യത്തിലൂടെ കാശ് ലാഭിക്കാം. ഇന്ന് നമ്മളുടെ നാട്ടിൻ പുറങ്ങളിലും ചില ഓട്ടോറിക്ഷകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയ സ്ക്രീനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ നിരന്തരം പരസ്യങ്ങളും അതോടൊപ്പം മറ്റു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പ്രാദേശികമായിട്ടുള്ളത്. അതിലൂടെ അവർ വാഹനം ഓടിക്കുന്നതിലൂടെ കിട്ടുന്ന കാശിന് പുറമെ ആ പരസ്യത്തിലൂടെയും അവർ കാശ് സമ്പാദിക്കുന്നുണ്ട്. ഓട്ടോകളുടെയൊക്കെ പുറത്ത് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ മോഡൽ ബേസ് ചെയ്തിട്ട് ഉണ്ടായ പുതിയ ആശയങ്ങളാണ്. സോ ദാറ്റ് ദ സ്പേസസ് ഓൺ ദ വെഹിക്കിൾസ് കുഡ് ബി സോൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ. Also indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. അതുപോലെ തന്നെ അത് റീഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ അഡീഷണലായിട്ട് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്, മൊബൈൽ കാർഡ്, റീചാർജ് കൂപ്പണുകളുണ്ടല്ലോ, അതുപോലെ ന്യൂസ് പേപ്പറുകൾ ഒക്കെ യാത്രക്കാർക്ക് വായിക്കാനും വിൽക്കാനുമായിട്ട് കഴിക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ആ വാഹനത്തിൽ ഒരുക്കി കഴിഞ്ഞാൽ ഇതോടൊപ്പം അതിൻ്റെ വിൽപ്പന കൂടി നടക്കും. അതിലൂടെയും ലാഭം ഉണ്ടാക്കാം. I won the show and was offered the seed money of rupees 150 lakhs. ആ റിയാലിറ്റി ഷോയിൽ ഞാനായിരുന്നു വിന്നർ. അന്നത്തെ എനിക്ക് ഓഫർ ചെയ്ത മണി എന്ന് പറയുന്നത് പണം എത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടപ്പിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? 150 ലക്ഷം. വാസ് സമ്മാൻ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് സീഡ് മണി? ഈ സീഡ് മണി ഉപയോഗിച്ചിട്ടാണോ സമ്മാൻ ഫൗണ്ടേഷൻ ആരംഭിച്ചത്? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു NGO ആണ് സമ്മാൻ ഫൗണ്ടേഷൻ. അത് ആരംഭിച്ചത് ഈ പണം കൊണ്ടായിരുന്നോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ നമുക്ക് ഇനിയൊരു 5-8 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഇതിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വാട്സപ്പ് വഴി ലിങ്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ പേരും സ്കൂൾ ഡീറ്റെയിൽസും സ്ഥലവും എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായി വാട്സപ്പിലൂടെ ലിങ്ക് ലഭിക്കുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ 9947969110. താങ്ക് യു.